ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ഒരു തുറുപ്പുചീട്ടാണ് ഇന്ത്യ സഖ്യം ഇറക്കിയിരിക്കുന്നത്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ബി സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ കൃത്യമായ രാഷ്ട്രീയ നീക്കമാണ് ഇന്ത്യ സഖ്യം നടത്തുന്നത്. ഇതുവരെ നടന്ന ചർച്ചകളെ ആകെ മാറ്റിമറിക്കുന്ന ഒരു രാഷ്ട്രീയ നീക്കം. ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ കൃത്യമായ ഇടപെടലാണ് സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം. ഇതിലൂടെ വലിയൊരു സൂചന കൂടിയാണ് ഇന്ത്യ സഖ്യം BJPക്ക് നൽകുന്നത്. ജയപരാജയങ്ങൾക്കപ്പുറം സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം ആശയ പോരാട്ടമാണ് എന്ന AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസ്താവനയും അത് അരക്കിട്ടുറപ്പിച്ചുകൊണ്ട് ആശയ പോരാട്ടമെന്നും ഒപ്പം ഇന്ത്യയിലെ 60% ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ പ്രതിനിധിയാണ് താനെന്ന സുദർശൻ റെഡ്ഡിയുടെ സ്ഥിരീകരണവും കൃത്യമായ നയവും നിലപാടുമാണ്. തമിഴ്നാട്ടിൽ നിന്നുള്ള RSSലൂടെ വളർന്നുവന്ന CP രാധാകൃഷ്ണനെ BJP ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാക്കിയത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെയായിരുന്നു. തമിഴ്നാട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തി തങ്ങൾക്ക് കാര്യമായ വേരോട്ടമില്ലാത്ത തമിഴ് മണ്ണിൽ ചുവടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു BJPയുടെ ഈ നീക്കം. അതോടൊപ്പം DMKയുടെ പിന്തുണ ഉറപ്പാക്കി ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തുക എന്നതും BJPയുടെ രാഷ്ട്രീയ കരുനീക്കമായിരുന്നു. എന്നാൽ BJP തന്ത്രത്തിൽ DMK വീണില്ല എന്നതും ശ്രദ്ധേയം. MK സ്റ്റാലിനുമായി BJP കൂടിക്കാഴ്ച നടത്തിയെങ്കിലും സ്റ്റാലിൻ പിന്തുണ പ്രഖ്യാപിച്ചില്ല. അതിനിടയിലാണ് എല്ലാവർക്കും സ്വീകാര്യനാകുന്ന സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. ഒരു തരത്തിലും ഒരു എതിർസ്വരം റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ഇന്ത്യ മുന്നണിയിൽ നിന്നുണ്ടായില്ല എന്നതും ഈ സ്ഥാനാർത്ഥിത്വത്തിന്റെ പ്ലസ് പോയിന്റ് ആണ്. ഏകകണ്ഠമായിട്ടായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനം. ഒരു തമിഴ് കാർഡിറക്കി ദക്ഷിണേന്ത്യൻ മണ്ണിൽ ഒരു ദ്രാവിഡപക്ഷ രാഷ്ട്രീയം കളിക്കുകയായിരുന്നു BJPയുടെ നീക്കം. അതിനാണ് തെലുങ്ക് കാർഡിറക്കി ഇന്ത്യ സഖ്യം ചെക്ക് വെച്ചത്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള ഒരു OBC വിഭാഗ നേതാവിനെ രംഗത്തിറക്കി പ്രതിപക്ഷ നിരയിൽ വിള്ളലുണ്ടാക്കുകയായിരുന്നു നീക്കം. ഇതിനുള്ള അണിയറ നീക്കങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിലായി BJP തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് അപ്രതീക്ഷിതമായിട്ടൊരു രാഷ്ട്രീയ അട്ടിമറിയിലൂടെ ഇന്ത്യ സഖ്യം അതുവരെയുള്ള ചർച്ചകളുടെയെല്ലാം ഗതി മാറ്റിയത്. നിലവിലെ അംഗബലം കൊണ്ട് NDAക്ക് അനായാസ വിജയം നേടാമായിരുന്ന തെരഞ്ഞെടുപ്പായിരുന്നു ഇത്. അവിടേക്കാണ് ഇന്ത്യ സഖ്യത്തിന്റെ ട്രംപ് കാർഡ്. ഇതോടെ ജയപരാജയങ്ങൾക്കപ്പുറം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ദക്ഷിണേന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ പോരാട്ടത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. മല്ലികാർജുൻ ഖാർഗെയുടെ ജയപരാജയമല്ല ആശയ പോരാട്ടമാണ് ഇതെന്ന പ്രസ്താവനയും അതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. തെലങ്കാനയിലെ രംഗറെഡ്ഡി ജില്ലക്കാരനായ B സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വം ഒരു ചെറിയ നീക്കമല്ല ഒരിക്കലും. ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളിലെ ഭരണപക്ഷത്തുള്ള MPമാരെ കൂടി സമ്മർദ്ദത്തിലാക്കാനുള്ള നീക്കമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. തെലുങ്ക് അഭിമാനത്തിനും സ്വത്വത്തിനും വേണ്ടി നിലകൊള്ളുന്നുവെന്ന് പറയുന്ന NDAയിലെ പ്രധാന ഘടകകക്ഷിയായ TDPക്കും ചന്ദ്രബാബു നായിഡുവിനും കൂടിയുള്ള ചെക്ക് വെക്കലാണ് ഇത്. സ്വത്വ നിലപാട് പറയുന്ന TDPയോ ചന്ദ്രബാബു നായിഡുവോ സുദർശൻ റെഡ്ഡിയെ തള്ളിപ്പറഞ്ഞാൽ അത് അവർ ഉയർത്തിപ്പിടിക്കുന്ന സ്വത്വ രാഷ്ട്രീയത്തെ തള്ളിപ്പറയലാകും. മറിച്ചായാൽ മുന്നണി മര്യാദകളുടെ ലംഘനവും. അതായത് ഇവർക്കിനി കണ്ണടച്ച് തീരുമാനമെടുക്കാനാകില്ല എന്ന് സാരം. NDAയിലും ഇന്ത്യ സഖ്യത്തിലും നിലയുറപ്പിക്കാത്ത ആന്ധ്രയിലെ പ്രതിപക്ഷ പാർട്ടിയായ YSR കോൺഗ്രസ് കഴിഞ്ഞ ദിവസം CP രാധാകൃഷ്ണന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ നാട്ടുകാരൻ കൂടിയായ മുൻ ജഡ്ജിയെ ഇന്ത്യ സഖ്യം സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ചതോടെ YSRന്റെ നിലപാടും ഇനി നിർണായകമാകും. ഇന്ത്യ സഖ്യത്തിലെ ഘടകകക്ഷികളുടെ ആവശ്യങ്ങൾക്കും അഭിപ്രായങ്ങൾക്കും പ്രാധാന്യം നൽകി അവരുടെ ആവശ്യങ്ങൾ കൂടി പരിഗണിച്ചുള്ള സ്ഥാനാർത്ഥിത്വമാണ് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയക്കാരനല്ലാത്ത എന്നാൽ സർവസമ്മതനായ സ്ഥാനാർത്ഥി എന്നത് രാഷ്ട്രീയ തന്ത്രങ്ങൾക്കൊപ്പം അഭിപ്രായ സമന്വയം കൂടിയാണ്. രാഷ്ട്രീയത്തിന് പുറത്ത് വലിയ വിശ്വാസ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനം പ്രാദേശിക പാർട്ടികളുടെ പിന്തുണ കൂടി ലക്ഷ്യമിട്ടാണ് എന്ന് വേണം കരുതാൻ. ദക്ഷിണേന്ത്യയിൽ നിന്നൊരു സ്ഥാനാർത്ഥി വേണമെന്ന DMKയുടെ ആവശ്യം റെഡ്ഡിയിലൂടെ നിറവേറ്റുന്നതിനൊപ്പം തന്നെ രാഷ്ട്രീയക്കാരനല്ലാത്തയാൾ വേണമെന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നിലപാടും ഇതിലൂടെ അംഗീകരിക്കാനായി. NDA സ്ഥാനാർത്ഥി ഒരു സംഘപരിവാറുകാരനായി ജീവിച്ച് പ്രവർത്തിച്ച തികഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനാണ് എങ്കിൽ തങ്ങൾ ഉയർത്തിക്കാട്ടുന്നത് സുപ്രീം കോടതിയിൽ നിന്നുള്ള ഒരു ന്യായാധിപനെയാണ് എന്നാണ് ഇന്ത്യ സഖ്യം പറയുന്നത്. ഒറ്റനോട്ടത്തിൽ നിസ്വാർത്ഥമെന്ന് തോന്നുന്ന ഒരു തന്ത്രമായിരുന്നു CP രാധാകൃഷ്ണന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ BJP ലക്ഷ്യം വെച്ചത്. രാഷ്ട്രീയ ഭേദമന്യേ CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് BJP പ്രതിപക്ഷത്തോടക്കം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഒറ്റ സ്ഥാനാർത്ഥി എന്ന ലക്ഷ്യവും BJPക്കുണ്ടായിരുന്നു. അതിനായി പ്രതിപക്ഷ കക്ഷികളുമായി അടക്കം BJP ചർച്ച നടത്തി വരികയായിരുന്നു.
CP രാധാകൃഷ്ണന് പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞ ദിവസം മുതൽ BJP ശക്തമായ അണിയറ നീക്കങ്ങളാണ് നടത്തിയിരുന്നത്. CP രാധാകൃഷ്ണനെ പിന്തുണയ്ക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിക്കുകയും ഇന്ത്യ മുന്നണി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തതാണ്. എന്നാൽ കേവലം ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനപ്പുറം ഇതൊരു രാഷ്ട്രീയ ആശയ പോരാട്ടമായിട്ടാണ് ഇന്ത്യ മുന്നണി ഇതിനെ കണ്ടിരുന്നത്. അതാണ് സുദർശൻ റെഡ്ഡിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ കലാശിച്ചതും. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാൾ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വരുന്നതിനെ DMK അടക്കമുള്ള തമിഴ് പാർട്ടികൾ എതിർക്കുമെന്ന് പ്രചരിപ്പിച്ച് DMKയിലും ഒപ്പം മറ്റ് തമിഴ് പാർട്ടികളിലും ആശയക്കുഴപ്പമുണ്ടാക്കാനും BJP ലക്ഷ്യമിട്ടിരുന്നു. ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾക്ക് കൂടിയാണ് കോൺഗ്രസിന്റെ നീക്കത്തിലൂടെ തിരശ്ശീല വീഴുന്നത്. 1971 ഡിസംബർ 27-ന് ആന്ധ്രാപ്രദേശ് ബാർ കൗൺസിലിന് കീഴിൽ ഹൈദരാബാദിൽ അഭിഭാഷകനായി എൻറോൾ ചെയ്ത സുദർശൻ റെഡ്ഡി ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ റിട്ട് സിവിൽ വിഷയങ്ങളിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു. 1988-90 കാലഘട്ടത്തിൽ ഹൈക്കോടതിയിൽ ഗവൺമെന്റ് പ്ലീഡറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം 1990-ൽ 6 മാസക്കാലം കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സ്റ്റാൻഡിംഗ് കൗൺസിലായും പ്രവർത്തിച്ചു. ഉസ്മാനിയ സർവകലാശാലയുടെ ലീഗൽ അഡ്വൈസറും സ്റ്റാൻഡിംഗ് കൗൺസിലുമായിരുന്നു. 95-ൽ ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിൽ സ്ഥിരം ജഡ്ജിയായും 2005-ൽ ഗുവാഹത്തി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായും നിയമിതനായി. 2007-ൽ സുപ്രീം കോടതി ജഡ്ജിയായ റെഡ്ഡി 2011-നാണ് വിരമിക്കുന്നത്. RSSലൂടെ വളർന്നു വന്ന ചന്ദ്രപുരം പൊന്നുസ്വാമി രാധാകൃഷ്ണൻ എന്ന CP രാധാകൃഷ്ണൻ തമിഴ്നാട് സ്വദേശിയാണ്. മഹാരാഷ്ട്ര ഗവർണറായി സേവനമനുഷ്ഠിക്കവെയാണ് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയാകാനുള്ള ക്ഷണം. 2003 മുതൽ 2006 വരെ തമിഴ്നാട് BJPയുടെ അധ്യക്ഷനായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് മുൻപ് ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുമുണ്ട്. 2023 ഫെബ്രുവരി 18 മുതൽ 2024 ജൂലൈ 30 വരെ ജാർഖണ്ഡിന്റെ ഗവർണറായും സേവനമനുഷ്ഠിച്ചു. പിന്നീട് കുറഞ്ഞ ദിവസങ്ങളിൽ തെലങ്കാന ഗവർണറും പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണറുമായി സേവനം ചെയ്തു. ജഗദീപ് ധൻകർ ഉപരാഷ്ട്രപതി പദം രാജിവെച്ച ഒഴിവിലേക്കാണ് പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അടുത്ത മാസം 9-നാണ് തെരഞ്ഞെടുപ്പ്.